ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ സെക്കൻഡ് പാർട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കുളുംസ് ലോയാണ് ഇന്ന് നോക്കുന്നത്. ഈ കുളുംസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വേറൊരു പേരും കൂടെ പറയും. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നുള്ള കാര്യം പറയാം. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് കുളുംസ് ലോ. പിന്നെ ഈ കുളുംസ് ലോ എന്ന് പറയുന്നത് ഇൻ്ററാക്ഷൻ ഓഫ് ചാർജസ് ആണ് അവിടെ നടക്കുന്നത്. ഇൻ്ററാക്ഷൻ ഓഫ് ചാർജസ്. ഇനി ഈ കുളുംസ് ലോ പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പഠിക്കണം. പോയിൻ്റ് ചാർജസ്. എന്താണ് പോയിൻ്റ് ചാർജസ് എന്നുള്ള കാര്യം പഠിക്കണം. എന്നിട്ട് വേണം കുളുംസ് ലോ പറയാൻ. ഇപ്പോൾ സപ്പോസ് ഒരു ചാർജ് ഓൺ എ ബോഡി. ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. അതിൽ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജസ് ഉണ്ട്. അതായത് ഒരു ചെറിയൊരു ബോഡി, അതിൻ്റെ അകത്ത് ഒരുപാട് ചാർജസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ചാർജും കൂടെ ആഡ് ചെയ്ത് ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലീനിയർ സൈസ് സപ്പോസ് ഡെൽറ്റ എൽ എന്ന് വിചാരിക്കുക. ദെൻ അനദർ ചാർജ്, ഇവിടെ വേറൊരു ചാർജും ഉണ്ട്. അതിൻ്റെ ലീനിയർ ഡിസ്റ്റൻസ് ഡെൽറ്റ എൽ ആണ്. ഈ രണ്ട് ചാർജുകളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസാണ് ആർ. ഈ ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ഒരുപാട് വലുതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന വാല്യൂ ആറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിനെ എനിക്ക് പറയാം പോയിൻ്റ് ചാർജ് എന്ന് പറയാം. പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലുള്ള ചാർജ് അല്ല, മറിച്ച് എന്താണ്, ഒരു ചാർജ് ഓൺ എ ബോഡിയാണ്. പക്ഷേ അതിൻ്റെ ലീനിയർ സൈസ് ചാർജസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മച്ച് സ്മോളറാണ്. അതുകൊണ്ടാണ് ഈ ലീനിയർ സൈസ് ഒരുപാട് കുറവായതുകൊണ്ട് ചാർജ് ഓൺ എ ബോഡിയെ ഞാൻ പോയിൻ്റ് ചാർജായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുളുംസ് ലോ പഠിക്കുമ്പം Q1 Q2 എന്ന് പറഞ്ഞ് രണ്ട് ചാർജസ് കൺസിഡർ ചെയ്യുക എന്നും പറഞ്ഞാണ്, കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2 എന്നും പറഞ്ഞാണ് അതിൻ്റെ കുളുംസ് ലോ പഠിക്കുമ്പം ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. കൺസിഡർ ടു ചാർജസ്. ഈ രണ്ട് ചാർജസും എന്ത് ചാർജ് ആയിരിക്കണം? പോയിൻ്റ് ചാർജ് ആയിരിക്കണം. പോയിൻ്റ് ചാർജ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുളുംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ലീനിയർ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കൂടുതലാണെങ്കിൽ ആ ചാർജിനെ എന്തെന്ന് പറയാം? പോയിൻ്റ് ചാർജ് എന്ന് പറയാം. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി നമ്മൾ കുളുംസ് ലോ എന്താണെന്ന് നോക്കുകയാണ്. കുളുംസ് ലോ രണ്ട് ചാർജസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്ലസ് ചാർജ് തന്നെ എടുക്കാം. പ്ലസ് Q1, അനദർ ചാർജ് പ്ലസ് Q2ഉം ഇത് Q1ഉം. ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ, ഈ രണ്ട് ചാർജസിൻ്റെ സെൻറ്ററുകളുണ്ടല്ലോ, ഈ സെൻറ്ററുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കട്ടായിട്ട് വേറെ വരയ്ക്കാം. ഇത് Q1 ചാർജ്, അങ്ങനെ അങ്ങ് വരച്ചു പോകാം. ഇത് Q2 ചാർജ്. ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് R. ഇത് പ്ലസ് Q1 ആണ്, ഇത് പ്ലസ് Q2 ആണ്. ദെൻ ഈ പ്ലസ് ചാർജും നമുക്ക് ആദ്യം ചാർജസിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ചാർജ് എന്താണെന്ന് പറഞ്ഞു. രണ്ട് തരം ചാർജസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചു. നമുക്കറിയാം ലൈക്ക് ചാർജസ് പ്ലസ് ആൻഡ് മൈനസ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ആണല്ലോ. ഇവിടെ രണ്ട് ചാർജസ് പ്ലസ് Q1ഉം
പ്ലസ് Q2 ഞാൻ എടുത്തു. ഈ രണ്ട് ചാർജസ് ലൈക്ക് ചാർജസ് ആണ്. സ്വാഭാവികമായിട്ടും ഇത് രണ്ടും റിപ്പൽ ചെയ്യും ആണല്ലോ. അങ്ങനെ റിപ്പൽ ചെയ്യുമ്പം ഈ Q2 എന്ന് പറയുന്ന ചാർജ് Q1 കാരണം റിപ്പൽ ചെയ്യും. അങ്ങനെയാകുമ്പം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും ആണല്ലോ. ഈ Q1 കാരണം Q2 റിപ്പൽ ചെയ്ത് അതായത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ Q1ൻ്റെ അടുത്തേക്ക് Q2 വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പം ഈ ഡയറക്ഷനിലേക്ക് തിരിച്ചു പോരും. ആ ഫോഴ്സാണ്, ആ ഫോഴ്സ് F21. അതായത് ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു Q1. അതായത് ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു Q1. അതിനെയാണ് F21 എന്ന് എഴുതുന്നത്. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇനി അതേപോലെ തന്നെ ഈ Q2 കാരണം Q1ഉം റിപ്പൽ ചെയ്യും. ആ ഡയറക്ഷൻ ഏതാണ്? Q1 ഈ ഡയറക്ഷനിൽ. അതിനെ എങ്ങനെ എഴുതാൻ എനിക്ക്? F12 ആണല്ലോ. ഈ F12 ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ആണല്ലോ. അപ്പം ഈ F12ഉം F21ഉം ഡയറക്ഷൻ അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ ഈ F21ൻ്റെയും F12ൻ്റെയും ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് രണ്ടും വെക്റ്റേഴ്സാണ് ആണല്ലോ. F12ഉം F21ഉം വെക്റ്റേഴ്സാണ്. എന്തുകൊണ്ടാണ്? അതിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതുകൊണ്ട് F12ഉം F21ഉം വെക്റ്റേഴ്സാണ്. ഇത്രയും അണ്ടർസ്റ്റുഡ് ആണല്ലോ. Q1 Q2 എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസാണ് R. ഈ Q2 കാരണം Q1 റിപ്പൽ ചെയ്യും. ആ ഫോഴ്സാണ് F12. അതായത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 കാരണം Q1ൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് F12. ദെൻ അതുപോലെ Q1 കാരണം Q2ൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് F12. അതിൻ്റെ ഡയറക്ഷൻ F21ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും F12ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും. ഇത്രയും അണ്ടർസ്റ്റുഡ് ആണല്ലോ. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസിനെ ഞാൻ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസിനെ എനിക്ക് ഫോഴ്സിൻ്റെ അത് 1 2 വെച്ച് തന്നെ ഞാൻ എഴുതണമെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം? R12. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ, ഇതേ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. ദെൻ R21ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാകുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ആണല്ലോ. ഇത്രയും അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഞാൻ എന്താണ് കുളുംബ്സ് ലോ എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി രണ്ട് ചാർജസ്, ഒന്ന് Q1, ദെൻ അനദർ ചാർജ് പ്ലസ് Q2, സെപ്പറേഷൻ ഡിസ്റ്റൻസ് R, ഫോഴ്സ് ഇങ്ങോട്ടുള്ള ഫോഴ്സാണ് F12. ഫോഴ്സിൻ്റെ വെക്റ്റർ സിമ്പലാണ് ഇത്, ഡയറക്ഷൻ അല്ല, വെക്റ്റർ സിമ്പൽ. ദെൻ ഇതിൻ്റെ ഡയറക്ഷൻ F21, അതിൻ്റെ വെക്റ്റർ സിമ്പൽ ഇത്. ദെൻ അടുത്തത് R21, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, R12 അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് ആണല്ലോ. ദെൻ ഫോഴ്സ്, ഈ ചാർജ്, ഇങ്ങനെ ഇൻട്രാക്ഷൻ ഓഫ് രണ്ട് ചാർജസ് ആണ്. ഈ ഫോഴ്സ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് കുളുംബ്സ് ലോ. ഫസ്റ്റ് ഡിപ്പെൻഡൻസ് ഇതാണ്. ഫോഴ്സ് F ആക്ട്സ് along line joining centers of two charges. ഈ ഫോഴ്സ് F12ഉം F2ഉം ആക്ട് ചെയ്യുന്നത് ഏതിലാണ്? ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ടു ചാർജസ്. ഈ രണ്ട് ചാർജിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്ന ഈ ലൈനിൽ കൂടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഫോഴ്സ്, കൂളുംബ്സ് ലോയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഫോഴ്സ് ആക്ട്സ് അലോങ് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ടു ചാർജസ്.
അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? F12 രണ്ട് വെക്ടേഴ്സ്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് F21. എനിക്കതുകൊണ്ട് ഇങ്ങനെ എഴുതാമല്ലോ, F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എനിക്ക് F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് എഴുതാം. ഇനി ഞാൻ ഇതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്. മോഡുലസ് എടുത്താൽ F12 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് F21 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് F. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം F12ഉം F21ഉം സെയിം ആയിരിക്കും. ഏതായിരിക്കും? മോഡുലസ് F തന്നെയായിരിക്കും, അല്ലെങ്കിൽ F വാല്യൂ തന്നെയായിരിക്കും. F ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ദെൻ അടുത്തത് സെക്കൻഡ് പോയിന്റ്, F ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2. F എന്ന് പറയുന്ന കൂളംബ്സ് ഫോഴ്സ് ഈ Q1ൻ്റെയും Q2ൻ്റെയും പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു ചാർജസ് Q1 ആൻഡ് Q2. തേർഡ് ഈസ് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് correct, force is directly proportional to 1/r². Force is inversely proportional to r². That means അതായത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. അതായത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. അതായത് F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എഴുതാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ കുളുംബ്സ് ലോയെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത്, the force depends upon medium. ഫോഴ്സ് എപ്പോഴും മീഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യും. അതായത് കുളുംബ്സ് ലോ ഈസ് F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r². ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റി ഞാനവിടെ ഈക്വൽ ടു സൈൻ ആഡ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ വേണം. ആ കോൺസ്റ്റൻ്റ് ആണ് K. F ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2/r². ദിസ് K ഈസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഡിപ്പെൻസ് ഓൺ മീഡിയം. ഈ കോൺസ്റ്റൻറ്റ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് മീഡിയമാണോ ഡിപ്പെൻസ് ഓൺ മീഡിയം. ഏത് മീഡിയത്തിലാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് കെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യൂം, ഇൻ ഫ്രീ സ്പേസിൽ കെയുടെ വാല്യൂ എത്രയാണ്? 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. കെ ഇൻ SI യൂണിറ്റിലാണ്. വാല്യൂ ഓഫ് കെ ഇൻ ഫ്രീ സ്പേസ് ഓർ വാക്യൂം K is equal to 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. എങ്ങനെയാണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ കിട്ടിയത്? ഇവിടെ K എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? K ഈസ് ഈക്വൽ ടു FR² ഡിവൈഡഡ് ബൈ Q1 Q2 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ആണല്ലോ. അപ്പം എഫിൻ്റെ SI യൂണിറ്റ് എന്താ? ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അത് മീറ്റർ സ്ക്വയർ. ചാർജിൻ്റെ യൂണിറ്റ് ആണ് കുളും സ്ക്വയർ. ദെയർഫോർ ദ യൂണിറ്റ് ഓഫ് K ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നുകൂടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. അത് ഇതാണ്. ഈ K ഈസ് ഈക്വൽ ടു 1/4πε ആണ്. ഈ എപ്സലോൺ എന്ന് പറയുന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം.
K equal to 1 by 4 pi epsilon. Epsilon is permittivity of medium. ഇതാണ് കൂളംസ് ലോ. അതായത് രണ്ട് ചാർജസ് Q1 ആൻഡ് Q2 ഉണ്ട്. ഈ രണ്ട് പോസിറ്റീവ് ചാർജസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് പോസിറ്റീവ് ചാർജസും തമ്മിൽ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം ഈ Q2 ചാർജ് കൺസിഡർ ചെയ്തിട്ട് Q1 കാരണം റിപ്പൽ ചെയ്ത് എങ്ങോട്ട് പോകും? ഫോഴ്സ് ഈ ഡയറക്ഷനിൽ പോകും. ഈ Q2 ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ ഫോഴ്സാണ് F21. അതേപോലെ തന്നെ Q2 ചാർജ് കാരണം ഈ Q1 ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ ഫോഴ്സാണ് F12. അതിൻ്റെ ഡയറക്ഷനാണ് ഈ ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ Q1 കാരണം മൂവ് ചെയ്യുന്ന Q2 മൂവ് ചെയ്ത് ഉണ്ടാകുന്ന ഫോഴ്സാണ് F21. അതിൻ്റെ ഡയറക്ഷൻ ഇത്. ഈ ഫോഴ്സ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഫോഴ്സ് ആക്ട്സ് എലോങ് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് 2 ചാർജസ്. രണ്ട് ചാർജുകളുടെ സെൻറ്ററുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ വഴിയാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ആ ലൈനിൽ കൂടെയാണ്, ആ ലൈനിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് ഫോഴ്സ് രണ്ട് ഫോഴ്സ് ഉണ്ട്. ആ രണ്ട് Q1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സും Q2 കാരണം ഉണ്ടാകുന്ന രണ്ട് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21 എന്ന് എഴുതാം. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ F12ഉം F2ഉം സെയിം ആയിരിക്കും. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? Fൻ്റെ അതേ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും. രണ്ടാമത്തേത് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 ചാർജസ് Q1 ആൻഡ് Q2. കൂളംസ് ലോയിൽ ഫസ്റ്റ് പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 ചാർജസ് Q1 ആൻഡ് Q2. തേർഡ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് കൂളംസ് ലോയിൽ കൂളംസ് ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫോർത്ത് പോയിന്റ്, എഫ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയ. ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഞാൻ ഫോഴ്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? കൂളംസ് ലോയിലെ ഫോഴ്സിനെ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റി ഞാൻ അവിടെ ഒരു ഈക്വൽ ടു സൈൻ ആഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഈക്വൽ ടു സൈൻ എനിക്ക് എഴുതണമെങ്കിൽ അവിടെ എനിക്കൊരു കോൺസ്റ്റൻറ്റിനെ ഇട്ടേ മതിയാവുള്ളൂ. അതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2/r² എന്ന് എഴുതാം. ഈ K എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റാണ്. ആ മീഡിയത്തിനനുസരിച്ച് മീഡിയം മാറുന്നതിനനുസരിച്ച് Kയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഈ Kയുടെ വാല്യൂ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യത്തിൽ അതിൻ്റെ വാല്യൂ K എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. അടുത്തത് ഈ Kയുടെ വാല്യൂ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു 1/4 pi എപ്സിലോൺ ആണ്. എപ്സിലോണിന് പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു കൂളംസ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നെന്ന് പറഞ്ഞു. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണെന്ന് പറഞ്ഞു. ഈ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇത് ആർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും എഫ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും. അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ കിട്ടും. ഈ ആർ എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ. ഇനി അങ്ങനെ കർവായിട്ടിരിക്കണം സെപ്പറേഷൻ. ഇനി ഫോഴ്സ് ആറിൻ്റെ വാല്യൂ ഡബിൾ ആകുവാണെങ്കിൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും നോക്കാം. ദെൻ ആറിൻ്റെ വാല്യൂ ഡബിൾ ആകുക മീൻസ് r dash become equal to r ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് f dash എന്തായി മാറും? f dash is proportional to എന്തെഴുതാം? 1/4r² എന്ന് എഴുതാം ആണല്ലോ. therefore f dash is equal to f/4 എന്ന് എഴുതാം. f is proportional to 1/r² ആണ്. f dash is equal to f/4. ഇനി ആറിൻ്റെ വാല്യൂ ഹാഫ് ആവുകയാണെങ്കിൽ, പകുതിയാകുവാണെങ്കിൽ r dash become r/2. അങ്ങനെയാണെങ്കിൽ എനിക്ക് f dash എന്ത് കിട്ടും? f dash is equal to 4
എഫ് എന്ന് കിട്ടും. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 4f. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇൻവേഴ്സ് സ്ക്വയറിലോ ഗ്രാഫ് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് സ്ക്വയറിലോ എത്ര ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതാണെന്ന് തന്നെ ചോദിച്ചു വന്നിട്ടുണ്ട്. ഫിഗർ വരച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ ഡബിൾ ആയാൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ബൈ 4. ആറിൻ്റെ വാല്യൂ ഹാഫ് ആയാൽ എത്രയായിരിക്കും? എഫ് ഡാഷ് ഈക്വൽ ടു 4f ആണ്. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് വെക്റ്റർ ഫോം ഓഫ് കൂളംബ്സ് ലോ. വെക്റ്റർ ഫോം ഓഫ് കൂളംബ്സ് ലോ. വെക്റ്റർ ഫോം ഓഫ് കൂളംബ്സ് ലോ. ആദ്യം തന്നെ നമുക്ക് രണ്ട് ചാർജസ് കൺസിഡർ ചെയ്യാം. +Q1 +Q2. സെൻറ്ററുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് r. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എഴുതാം. ഇതേതാണ്? Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ്. അതായതാണ് Q2 കാരണം 1-ലുണ്ടാകുന്നത് F12. ഇതിൻ്റെ വെക്റ്റർ ഫോമിൽ എഴുതുന്നതാണ് ഇങ്ങനെ. ഡയറക്ഷൻ ഇതാണ്. ഫോഴ്സിൻ്റെ ഇതേ ഡയറക്ഷൻ. ഇങ്ങോട്ടാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി ഇവിടെയും ഒരു ഫോഴ്സ് ഉണ്ട്. ആര് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ്? 1 കാരണം. ആരിലുണ്ടാകുന്നതാണ്? Q2-ൽ. അപ്പോൾ എങ്ങനെ എഴുതാം? 2-ൽ 1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷനും ഇതേ ഡയറക്ഷനാണ്. വെക്റ്റർ ആയതുകൊണ്ട് അതേ ഡയറക്ഷനിൽ എഴുതും. ഇത്രയും അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി r എന്ന് പറയുന്ന എഴുതി. ഇത് മോഡ് r ആണല്ലോ. വെക്റ്റർ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. ദെൻ എനിക്ക് R12ഉം R21ഉം എഴുതണം. അപ്പം R21 എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലായിരിക്കും? R21 ഈ ഡയറക്ഷനാണ്. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ. അതുപോലെ R12ൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനാണ്. വെക്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. വെക്റ്റർ ആയതുകൊണ്ടാണ് മുകളിൽ വരയ്ക്കുന്നത്. ഇതിൻ്റെ താഴെ വരച്ചേക്കുന്നതാണ് ഡയറക്ഷൻ. ഇനി ഈ R12 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? R1 മൈനസ് R2 ആണല്ലോ. വെക്റ്റർ R12ൻ്റെ എഴുതാം വെക്റ്റർ R1 മൈനസ് വെക്റ്റർ R2. R21 വെക്റ്റർ R21നെ എനിക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ R2 മൈനസ് വെക്റ്റർ R1 ആണല്ലോ. ഇനി നമുക്കറിയാം ഫോഴ്സ്. ആദ്യം F12 എഴുതാം. F12 വെക്റ്റർ ഫോം ഓഫ് F12 എഴുതാം. F12 ഈക്വൽ ടു KQ1 Q2 ബൈ മോഡ് R². ഈ വെക്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ എനിക്കിവിടെ ഒരു വെക്റ്റർ വേണം. എന്നാലല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഈ വെക്റ്റർ ഒരു യൂണിറ്റ് വെക്റ്ററായിട്ട് എഴുതാം. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്റ്റർ വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 1 ആൻഡ് ഡയറക്ഷൻ. അതായത് ഇവിടെ ഒരു വെക്റ്റർ 1 എഴുതുന്നത് പോലെ ഉള്ളൂ. ഇത് ഇക്വേഷൻ എല്ലാം സെയിം ആണ്. ഇവിടെ എനിക്കൊരു വെക്റ്റർ എഴുതണം. ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പം യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? യൂണിറ്റ് വെക്റ്റർ സപ്പോസ് എ എന്ന് പറയുന്നതാണ്. യൂണിറ്റ് വെക്റ്റർ എ ഈക്വൽ ടു ഒരു വെക്റ്റർ എ തന്നിരുന്നാൽ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എങ്ങനെ എഴുതും? വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ. അതായത് ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആ വെക്റ്റർ എടുത്തെഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ ഡിവൈഡഡ് ബൈ എന്തെഴുതണം? ആ വെക്റ്ററിൻ്റെ മോഡുലസ് എഴുതിയാൽ യൂണിറ്റ് വെക്റ്ററായി. അപ്പോൾ നമുക്ക് F12ലും അതേപോലെ എഴുതാം. F12 ഈസ് ഈക്വൽ ടു KQ1 Q2 ബൈ മോഡ് ഓഫ് R² ഇൻറ്റു ഇങ്ങനെ എഴുതാം R1 മൈനസ് വെക്റ്റർ R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R1 മൈനസ് R2. ഇനി ഇതിനെങ്ങനെ എനിക്ക് എഴുതാം? ബാക്കി F12 എഴുതി. ഇനി നമുക്കറിയാം R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ R1 മൈനസ്
വെക്റ്റർ R2. ഇനി R ഈക്വൽ ടു മോഡ് R ഈക്വൽ ടു അറിയാം, മോഡ് R ഈക്വൽ ടു എങ്ങനെയാണ്, മോഡുലസ് ഓഫ് R1 മൈനസ് R2 ആണല്ലോ. ദെൻ മോഡ് R ആണ് R1 മൈനസ് R2, ഇതും സെയിം തന്നെ, R2 മൈനസ് R1. മോഡ് R എന്ന് പറയുന്ന വാല്യൂ ആണ്, ഈക്വൽ ടു R2 മൈനസ് R1. ദെൻ F12 ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ മോഡ് ആറിന് പകരം എനിക്ക് എന്തെഴുതാം, മോഡുലസ് ഓഫ് R2 മൈനസ് R1, സോറി R2 അല്ല, R1 മൈനസ് R2 ഹോൾ സ്ക്വയർ ഇൻറ്റു R1 മൈനസ് R2, വെക്റ്റർ R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ R1 മൈനസ് വെക്റ്റർ R2. F12 ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R1 ഇവിടെ R1 മൈനസ് വെക്റ്റർ R1 മൈനസ് വെക്റ്റർ R2 the whole cube into vector R1 minus vector R2. This is the vector form of Coulomb's law. This is the vector form of Coulomb's law. Similarly, F21 എഴുതാം, 1ഉം 2ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. എങ്ങനെ എഴുതാം, K Q1 Q2 divided by modulus of R2 minus R1 is the whole cube into R2 minus R1. This is the vector form of F21. Understood ആണല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഇതേപോലെ തന്നെ സ്ക്വയർ ലോ, അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന +1 പഠിച്ച ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അതിൻ്റെ അകത്ത് ഒരു ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിൻ്റെ വാല്യൂ എത്രയാണ്, Fg. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ R², വെയർ G ഈസ് എത്രയാണ്, 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ്. എങ്ങനെയാണ്, Fe ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R², വെയർ K ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ഇനി ഇത് രണ്ടും, അതായത് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സും തമ്മിൽ സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. ആദ്യം നമ്മൾ സിമിലാരിറ്റീസ് നോക്കാം. എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്? ഏതാണ്? ഈ രണ്ട് ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇൻവേഴ്സ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ സിമിലാരിറ്റി ഇതാണ്, ഈ രണ്ട് ഫോഴ്സും ആക്ട്സ് എലോങ് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ്. ആക്ട്സ് എലോങ് ലൈൻ ജോയിനിങ് joining centers. Acts along line joining centers. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ആക്ട്സ് അലോങ് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ്, ഈ രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഫസ്റ്റ് ഡിഫറൻസ് ഇതാണ്, Fe ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എന്തൊക്കെയാണ്? attractive as well as എന്തൊക്കെയാണ്? അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. ഈ രണ്ടെണ്ണവും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, റിപ്പൾസീവ് ആണ്. ദെൻ ബട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൺലി
attractive. Then second difference ഇതാണ്. Electrostatic force depends on medium. മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് FG gravitational force independent of medium. മീഡിയത്തിനെ ഇൻഡിപെൻഡൻറ്റ് ചെയ്യുന്നില്ല. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും രണ്ടും ഇൻവേർഡ് സ്ക്വയർ ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അതുപോലെ അതിൻ്റെ സിമിലാരിറ്റീസ് ഒന്നോടെ ഉണ്ട്. ആക്ട്സ് എലോങ് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ്. ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ആണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, അതേപോലെ റിപ്പൾസീവ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൺലി അട്രാക്റ്റീവ്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. നെക്സ്റ്റ് അടുത്തത് principle of superposition of charges. Principle of superposition of charges. ഫസ്റ്റ് നമ്മൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് കൺസിഡർ ചെയ്യണം. Q1ഉം Q2. What is the force on F on the charge 2? എങ്ങനെ എഴുതാം നമുക്ക്? ഫോഴ്സ് ഓൺ 2 1. ഇനി ഞാൻ മൂന്ന് ചാർജസ് കൺസിഡർ ചെയ്യണം. Q1 Q2 Q3. Q1 Q2 Q3. What is the force on charge 2? എങ്ങനെ എഴുതാം? ഈ 2വിൽ ഏതൊക്കെ കാരണം ഫോഴ്സ് വരും? 1 കാരണവും വരും, 3 കാരണവും വരും ആണല്ലോ. അപ്പം ഫോഴ്സ് ഓൺ ചാർജ് Q2 ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ചാർജ് 1 കാരണം 3 കാരണം പ്ലസ് ഫോഴ്സ് ഓൺ ചാർജ് 3 ആണല്ലോ. 2 3. ഇനി ഞാൻ 4 ചാർജസ് കൺസിഡർ ചെയ്യുക. Q1 Q2 Q3 Q4. Q1 Q2 Q3 Q4. What is the force on charge 2? എങ്ങനെ എഴുതാം? ഫോഴ്സ് ഓൺ 2 1 പ്ലസ് ഫോഴ്സ് 2 3 പ്ലസ് ഫോഴ്സ് 2 4. റൈറ്റ്. ഇങ്ങനെയാണെങ്കിൽ കൺസിഡർ n ചാർജസ് Q1 Q2 Q3 Q4 എക്സെട്ര n ചാർജസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാം? നെറ്റ് ഫോഴ്സ് ഓൺ nth ചാർജ് എങ്ങനെ എഴുതാൻ പറ്റും? Fn1 പ്ലസ് Fn2 പ്ലസ് Fn3 പ്ലസ് Fn4 പ്ലസ് എക്സെട്ര പ്ലസ് Fn ഇൻറ്റു n-1. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ചാർജസ്. ഏതെങ്കിലും ഒരു ചാർജിൽ ഫോഴ്സ് എത്രമാത്രം ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ചുറ്റുമുള്ള ചാർജസ് ഏതൊക്കെയാണോ അതിന് എല്ലാം കൂടെ സം എടുക്കണം. അതുതന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. In a system of n charges, the total electrostatic force on any one charge is the vector sum of forces due to
all remaining charges on this charge. In a system of n charges, the total electrostatic force on any one charge is the vector sum of force due to all remaining charges on this charge.